ഇടുക്കി ലൈവ് ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ തുടരുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കരിമ്പലിലാണ്. കരിമ്പലിലെ ഒരു ബസ് സ്റ്റോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക്, ഇവിടുത്തെ വോട്ടർമാർക്ക് അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. വേണം ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? LDF-നൊപ്പം ആയിരിക്കും. ഓക്കെ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരുമെന്നാണ് കരുതുന്നത്? നമുക്കറിയത്തില്ല. മാഡം, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരുമെന്നാ കരുതുന്നേ? നല്ല ആൾക്കാർ ജയിക്കണം. ജയിക്കണം. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ടൊന്നും ഇല്ല പ്രാവശ്യം. അതിനാ അത് ചെയ്യുന്നില്ലെന്ന് വെച്ചേക്കോ? എന്തുകൊണ്ടാ? അത് ഞങ്ങൾക്ക് ആട്ടുംകൂട് തന്നില്ല. ആട്ടുകൂട് തന്നില്ല. ആട്ടുംകൂട് തരാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ലിസ്റ്റ് കിടന്നത് അത് അവർ തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചു. എല്ലാം ഇവിടുത്തെ ഒരു കൂൾബാറിനുള്ളിലാണ്. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യുന്നുണ്ട്. വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ? ഒന്നും പറയാൻ പറ്റില്ല, നമ്മളതിൻ്റെ ആവില്ല. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരുമെന്നാ കരുതുന്നത്? പറയാൻ പറ്റില്ല. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ? ഇടുക്കി ഡീനൊപ്പം ആയിരിക്കും. ചേട്ടാ, അങ്ങനെ പറയാനേ? കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയിലായിരുന്നോ? അതുകൊണ്ട് ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇടുക്കി ആയിരിക്കാൻ സാധ്യതയുള്ളത്. ഈ പ്രായം ഇവിടെയൊക്കെ പല പ്രശ്നം ഉണ്ടായിട്ട് ഒന്നും ജോയിസ് ജോർജിനെ കാണാനില്ലാത്തവർ. ആ പെരിയാർ വയലിലൊക്കെ അത്രയും ചെയ്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. ടിന്നു വന്നപ്പോൾ 8-10-13 വീട്ടുകാർക്ക് തരാ വെച്ച് ജയിക്കണം. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പിന്നെ വോട്ട് ചെയ്യണം. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ? ഇത്തവണ ഡീൻ കുര്യാക്കോസിനെ തന്നെ ഇടുക്കി. അങ്ങനെ പറയാൻ കാരണം എന്നുവെച്ചാൽ പുള്ളി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, പിന്നെ ഇത് രാജ്യം നിലനിർത്താൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണല്ലോ, ചിഹ്നം നിലനിർത്താൻ വേണ്ടിയല്ലല്ലോ. ഉറപ്പായിട്ടും ഡി ജയിക്കും. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യണം. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നേ? ഇടുക്കി ഒരുപാട് ചുറ്റിക്ക്. അതെ ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? എനിക്ക് UDF തന്നെ കിട്ടും. എന്നിട്ട് അങ്ങനെ പറയാൻ കാരണം? അതിനുള്ള ജനസമിതി അതിനുണ്ട്. ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ? ഇടുക്കി ആര് ജയിക്കും? എനിക്ക് ചോദിച്ചു പറയാം. പിന്നുണ്ട് ഇത്തവണ ഇടുക്കി ആര് ജയിക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം? ആഗ്രഹം ജോഷി ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ, ഇപ്പോൾ നല്ല ടൈറ്റ് മത്സരമായിരിക്കും. രണ്ട് തുല്യ വ്യക്തികളാണ്. ഇവിടുത്തെ അഭിപ്രായമൊക്കെ കേട്ടിട്ട് എങ്ങനെയാ തോന്നുന്നത്? പൊതുവേ രണ്ടും ഒരേപോലെയുള്ള അഭിപ്രായം കേട്ടു തുടങ്ങുന്നത്. അതെ. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ആർക്കൊപ്പം ജോയിസ് ആയിരിക്കും എന്ന് പറയുന്നു. പിന്നെ ഡീൻ കുര്യാക്കോസ് ആയിരിക്കും എന്ന് പറയുന്നു. ടൈറ്റ് മത്സരമായിരിക്കും എന്തായാലും, കണ്ടറിയാം. ഡീൻ കുര്യാക്കോസ്. ഓക്കെ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? നമുക്കൊന്നും പറയാൻ പറ്റിയല്ലോ. ടൈറ്റ് മത്സരമാണ്. ടൈറ്റ് മത്സരമാണ്, ആര് വേണമെങ്കിലും ജയിക്കാം. ഓക്കെ, എന്നാലും ഇടുക്കിയിൽ ഒരു ആര് ജയിച്ചു വരണമെന്നുള്ളതാണ് ആഗ്രഹം. ഈ നാടിന് വികസനം ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ നല്ലത് ജയിച്ചു വരണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ അധികാരികളെ അറിയിക്കാനും പറ്റിയ നല്ലൊരു നേതാവ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹം. ഓക്കെ.